ഇതെല്ലാം നിന്റെ പേരിലുള്ള ചീറ്റിംഗ് കേസിൻ്റെയും മർഡർ കേസിൻ്റെയും എവിഡൻസാ. ഇതൊന്നും അറിയില്ലെന്നാണോ? സർ, ഈ ജെനി, രമ്യ, കൃഷ്ണമൂർത്തി ഇതൊക്കെ ആരെന്ന് പോലും എനിക്ക് അറിയില്ല സർ. സർ, എന്നാ ആ ഓഫീസിൽ ഞാൻ വർക്ക് ചെയ്യുന്നുള്ള കാര്യം സത്യം തന്നെയാ. എന്നെ ആ ഓഫീസിലേക്ക് കൊണ്ടുപോയ ബോധ്യമാവും സർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. പ്ലീസ് സർ. കാർത്തിക് സർ, ഈ സ്ഥലം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നമസ്കാരം സാർ. അറിയില്ല എന്നല്ലേ പറഞ്ഞേ? ഹായ് ജെനി. ഹലോ കാർത്തി, നിങ്ങൾ എത്തിയോ? ഇസ് എവറിത്തിങ് ഫൈൻ? യാ, എവറിത്തിങ് ഈസ് ഫൈൻ. ഇവനും രമ്യയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? അതെ സാറേ. അതെ സാർ. എടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ രണ്ടുപേരും എന്തിനാ കള്ളം മിണ്ടി പോരുത്, ഒപ്പിച്ചു വെച്ചിട്ട്. സാറേ, നമ്മൾ അന്വേഷിച്ചതില് കാർത്തി തന്നെയാണ് ആ 3 പെൺകുട്ടികളെയും ചതിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് സാർ. ആ മർഡറിന് മാത്രമാണ് കറക്റ്റായ എവിഡൻസ് കിട്ടാത്തത്. അല്ല സ്വാമി, എന്തോ ഒന്ന് മിസ്സാവുന്നുണ്ട്. എന്താടോ എല്ലാ തെളിവുകളും തനിക്കെതിരായിട്ടാണല്ലോ കാണുന്നത്? എന്താ കുറ്റം സമ്മതിക്കുന്നോ? സർ, ഇവർ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല സർ. ഈ പെൺകുട്ടികൾ ആരാന്ന് പോലും എനിക്കറിയില്ല സർ. ലാസ്റ്റ് 1 ഇയർ ഞാൻ മുംബൈയിലായിരുന്നു സാർ ഉണ്ടായിരുന്നേ. നീ പറയുന്നത് കേട്ടൊന്നും ഈ കോടതിക്ക് വിധി പറയാൻ പറ്റില്ല. തൻ്റെ പ്രൂഫ് വല്ലതും ഉണ്ടോ? പ്രൂഫെല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്യാം സർ. എനിക്ക് കുറച്ച് സമയം തരണം സർ. എന്തുവാടോ ഇതൊക്കെ? ലാസ്റ്റ് 1 ഇയർ മുംബൈയിലാണെന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? വെറുതെ കോടതിയുടെ സമയം കളയല്ല. ഇനി ഒരാഴ്ച സമയം തരാം. അപ്പോൾ ആ വേണുഗോപാൽ പറഞ്ഞ പോലെ കൃഷ്ണമൂർത്തി എന്നുള്ള പേരിൽ ആരെങ്കിലും ഉണ്ടോ? സാർ, അതിനെക്കുറിച്ച് എനിക്കൊരു ഡീറ്റെയിലും അറിയില്ല സാർ. സാർ, കുറച്ച് സമയം തരൂ സാർ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഞാൻ പിന്നെ വിളിക്കാം കുമാർ. യെസ് Sir, my husband missing, sir. യുവർ ഹസ്ബൻഡ്? വേറെന്തെങ്കിലും പ്രൂഫ്? Marriage certificate, Aadhaar cards, joint bank account, passport. സാറേ, ഒരു മിനിറ്റ് സാറേ. Marriage photos, sir. പ്ലീസ് സിറ്റ് ഡൗൺ. എത്ര ദിവസമായി കാണാതായിട്ട്? ഇന്നലെ മുതൽ, sir. ഇന്നലെ മുതലോ? എന്തോ സാറേ പറയുന്നത്? ഒരാഴ്ചയായിട്ട് കാർത്തി നമ്മുടെ കസ്റ്റഡിയിലല്ലോ ഉള്ളത്. ഒരു പക്ഷേ കാർത്തിക്കിനെ പോലെ മറ്റൊരുത്തനുണ്ടാവോ? സോറി സാർ. Please come with me.
പ്രിയ 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 എന്തിനാ ഷൂട്ട് ചെയ്ത്? അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല സാർ. അവനുണ്ടായാൽ ഇതുപോലെ പല പെണ്ണുങ്ങളുടെ ജീവിതം നശിക്കും. സോറി സാർ. ഇന്നലെ മുതൽ കാണുന്നില്ല എന്ന് പറഞ്ഞത് കള്ള. ഞാനും അവനും പിരിഞ്ഞിട്ട് 1 വർഷമാവുന്നു. ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ചു. സന്തോഷമായിട്ട് എന്നെ വിവാഹവും കഴിച്ചു. എല്ലാം നല്ലപോലെ നടക്കുകയായിരുന്നു. പക്ഷെ ഒരു ദിവസം ജോലി വിടാൻ പോണെന്ന് പറഞ്ഞു വന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പ്രശ്നം തുടങ്ങിയത്. എത്ര പറഞ്ഞിട്ടും അവന് മനസ്സിലായില്ല. ഞങ്ങൾ പിരിഞ്ഞു. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയവൻ സന്തോഷമായിട്ട് ജീവിക്കായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ മറ്റുള്ള പെണ്ണുങ്ങളെ പറ്റിച്ചതുപോലെ അവൻ എന്നെയും പറ്റിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. അവൻ ജീവനോടെ ഇരിക്കാൻ പാടില്ല സാർ. അതുകൊണ്ടാ അവനെ ഞാൻ ഷൂട്ട് ചെയ്തത്. എത്ര അടിച്ചിട്ടും ആ 3 പെണ്ണുങ്ങളെയും അറിയില്ലെന്ന് പറഞ്ഞവൻ അവനെ ഷൂട്ട് ചെയ്തിട്ടും മയക്കത്തിപ്പോലും നിന്റെ പേരാ പറയുന്നേ. സംതിങ് ഈസ് ദേർ. സാർ, കാർത്തിക് ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു സാർ. വാട്ട്? ഹോസ്പിറ്റലിൽ ആരാ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്? സാറേ, നമ്മുടെ SI പവനാണ്. ഇവനെ ഹോസ്പിറ്റലിലേക്ക് കാണാമെന്നപ്പോൾ ഇവനെന്തിനാ ഇവിടെ കിടന്ന് ഓടുന്നേ? നിന്നെ എന്ന് ഞാൻ പിടിക്കൂടാ. നിന്നെ പിടിക്കത്തില്ലെന്ന് കരുതിയോ? എടാ, എങ്ങോട്ടാടാ ഓടുന്നത്? ആരാ നീ? ജയകാന്തിനെ അറിയോ? ആ ബുദ്ധിമാനാടാ ഞാൻ. നാട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം നീ പറ്റിച്ചിട്ട് പ്രായം പോലും നോക്കാതെ ആ വില്ലിച്ചനെ നീ കൊന്നിട്ട് ഇന്ന് നിന്നെ ഞാൻ പോലീസിന്റെ കൈ കൊടുക്കടാ. പോലീസ്! സാർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഈ കേസിൽ ആർക്കും അറിയാത്ത രഹസ്യം ഞാൻ സാറിന് പറഞ്ഞുതരാം. എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്താ പറഞ്ഞത്? ആർക്കും അറിയാത്ത രഹസ്യം നീ പറയാമെന്നോ? അതെ സാറേ. പറയടാ, പറയടാ. പോലീസിന്റെ പോലീസ് ഒന്നും ഇവിടെ പ്രശ്നമല്ലോ. നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. വേഗം വാ. കേറ്, കേറ്, വണ്ടി കേറ്. വണ്ടി എടുക്ക സാറേ. എടുക്കാനാ പറഞ്ഞേ. ജയകാന്ത് നിന്നെ അവർക്ക് അടുത്തെത്തി. എടുക്ക. രഹസ്യം പറയടാ. ഹലോ സാർ, അവൻ രക്ഷപ്പെട്ടു സാർ. അവനൊരു വണ്ടി കയറി പോയി. സോറി സാർ. ആ വണ്ടി നമ്പർ ട്രേസ് ചെയ്ത് പിടിക്കാം സാർ. എന്തെങ്കിലും ചെയ്ത് തുലക്കടോ. സ്വാമി സാർ. ആ 3 പെൺപിള്ളേരോടും ഒന്ന് സേഫായിരിക്കണമെന്ന് വിളിച്ചു പറഞ്ഞേക്കെ. ശരി സാർ. ആ 3 പെണ്ണുങ്ങൾ ആരാണ്? എന്നെ എന്തിനാ ഹസ്ബൻഡ് എന്ന് പറയുന്നത് എനിക്കറിയില്ല സാർ. അപ്പോ നിന്നെ വെടിവെച്ചില്ലേ? അവളാരാ? അവളാണ് സാർ എൻ്റെ വൈഫ്, പ്രിയ. എന്ത് പറഞ്ഞത്? വെടിവെച്ചത് നിന്റെ വൈഫാണെന്നോ? അതെ സാർ. എൻ്റെ ഒടേ തമ്പുരാനെ. കൊച്ചനെ ഒന്ന് നോക്കിക്കോട്ടെ. നിന്റെ ലൈഫ് ഇപ്പം ഇടിയപ്പം പോലെ കുരുങ്ങിക്കിടക്കുക അല്ലേ? എന്ത് ചെയ്യാനാ സാർ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിന്റെ വയസ്സെത്ര? എന്തിനാ സാർ അതൊക്കെ ഇപ്പം അറിയുന്നേ? വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ഇംഗ്ലീഷ് സിനിമ കണ്ട്. അതിൻ്റെ പേര് ബെഞ്ചമിൻ വട്ടനോ മാട്ടനോ. അതിലെ നായകൻ ജനിക്കുമ്പോൾ അദ്ദേഹം കിളവനായിട്ട് വരികയും അതിനുശേഷം വളർന്ന് 60 വയസ്സായി കഴിയുമ്പോൾ അവൻ വീണ്ടും ചെറുപ്പത്തിലേക്ക് പോകും. എൻ്റെ സാറ്, സാർ എന്തൊക്കെ ഇപ്പം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ, ആ മരിച്ചുപോയ കാർന്നോരുടെ ചെറുപ്പത്തിലെ ഫോട്ടോ കണ്ടാലുണ്ടല്ലോ, നിന്നെപ്പോലെ തന്നെ ആയിരിക്കുന്നത്, അറിയാമോ? സെയിം ആ സിനിമയിലുള്ളതുപോലെ തന്നെ. ആ കിളവന്റെ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന നീയാണ് ഇപ്പൊ 60 വയസ്സിൽ എങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് ഈ വള്ളിക്കെട്ട് മുഴുവൻ നീയാണ് ചെയ്തതെന്ന് ഞാൻ കരുതുക. സാർ, എന്താ സാർ സാറിന്റെ തലയ്ക്ക് സുഖമില്ല? എന്തെന്നാ? നീ ഒന്നും പറയണ്ട. സുഖമില്ലെന്നാ എനിക്ക്. സാർ പ്ലീസ് സാർ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിച്ച് എന്നെ ഒന്ന് സഹായിക്കും സാർ. ആ 3 പെൺകുട്ടികളും കണ്ടുപിടിച്ചെങ്കിലേ സത്യങ്ങളൊക്കെ പുറത്തു വരുള്ളൂ സാർ.